ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഗ്രേസ് ടോക്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന വചനം എന്ന് പറയുന്നത് നിയമാവർത്തന പുസ്തകം 28 അധ്യായം 7 വാക്യം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. അവർ നിനക്കെതിരെ ഒരു വഴിയെ വരും, അവർ 7 വഴിയെ പലായനം ചെയ്യും. ഹല്ലേലൂയ. ഗ്രേസിനകത്ത് കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്. ഗ്രേസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൽ ശാന്തരായിരിക്കുക, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് നമ്മൾ കാണുക. അത് മാത്രമാണ് നമ്മുടെ റോൾ എന്ന് പറയുന്നത് ഗ്രേസിനകത്ത്. ഈ വചനത്തിനകത്തും ദൈവകൃപയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രു നിനക്കെതിരെ വരും, നിന്നെ തോൽപ്പിക്കുവാനായി, നിനക്കെതിരെ യുദ്ധം ചെയ്യുവാനായി, നിന്നെ തീർക്കുവാനായി, നിന്റെ ജീവിതത്തെ തകിടം മറിക്കുവാനായി, നിന്റെ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുവാനായി, നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കുവാനായി, നിന്റെ ജീവനെ എടുക്കുവാനായി, നിന്റെ സമ്പത്തിനെ അപഹരിക്കുവാനായി ശത്രു നിനക്കെതിരെ വരും. ഉറപ്പായും നിനക്ക് യുദ്ധം ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത്. നിനക്ക് യുദ്ധമില്ലെന്നല്ല പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത് യുദ്ധമുണ്ട്, ഉറപ്പായും നിനക്കൊരു യുദ്ധമുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യുന്നത് നീയല്ല, നിന്റെ കർത്താവായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് നേരെ വരുന്ന ശത്രുക്കളെ നമ്മളല്ല ഓടിക്കുന്നത്, നമ്മളല്ല ആ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുന്നത്, ആ ശത്രുവിനെ തോൽപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത് നമ്മളല്ല, അവനെതിരെയുള്ള യുദ്ധം മുറകൾ അഭ്യസിക്കുന്നത് നമ്മളല്ല, അവനെതിരെ യുദ്ധം ചെയ്യുന്നതും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും നമ്മളല്ല. അവനെതിരെ യുദ്ധം ചെയ്യുന്നത് നിന്റെ ദൈവം, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ യേശുവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അവൻ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, വിജയം നിനക്ക് അവകാശപ്പെട്ടതാണ്. എൻ്റെ ദൈവം ഒരിടത്തും തോറ്റതായി പറഞ്ഞിട്ടില്ല. എൻ്റെ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരിടത്ത് പോലും എൻ്റെ ദൈവം തോൽപ്പിക്കപ്പെട്ടതായി പറയുന്നില്ല. അവനെ തോൽപ്പിച്ചെന്ന് ലോകം വിധി എഴുതിയായിരുന്നു, പക്ഷെ അവൻ തോറ്റതല്ലായിരുന്നു, അവൻ ജയിച്ചതായിരുന്നു. അവന്റെ കുരിശ് മരണമെന്ന് പറയുന്നത് അത് പരാജയമല്ല, വേദനയല്ലായിരുന്നു, അത് തകർച്ചയല്ലായിരുന്നു, തീർന്നതല്ലായിരുന്നു, അത് ദൈവത്തിന്റെ വിജയമായിരുന്നു, അവന്റെ വിജയത്തിന്റെ പ്രതീകമായിരുന്നു. ദൈവം വിജയം പ്രഖ്യാപിച്ചതായിരുന്നു യേശുവിന്റെ കുരിശ് മരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു കുരിശിൽ മരിച്ച ദൈവത്തിന്റെ വിജയമാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന നിന്റെ ജീവിതവും പരാജയപ്പെടില്ല. ശത്രു നിനക്കെതിരെ വരും, ഉറപ്പായും വരും. പക്ഷേ അവൻ നിന്റെ ആയുസ്സിനെ തൊടില്ല, അവൻ നിന്റെ ജീവനെ അപഹരിക്കില്ല, അവന് നിന്റെ സമ്പത്തിനെ കൈയടക്കാൻ പറ്റില്ല, അവന് നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റില്ല. കാരണം യുദ്ധം ചെയ്യുന്നവൻ നിന്റെ ദൈവമാണ്. ആ ദൈവം നിനക്കെതിരെ വരുന്ന ശത്രുവിനെ നിന്റെ മുൻപിൽ വെച്ച് തന്നെ, നാട്ടുകാരുടെ മുൻപിലല്ല, അല്ലെങ്കിൽ ആരെയും കാണാതെയല്ല, നിന്റെ മുൻപിൽ വെച്ച് തന്നെ നീ കണ്ടുകൊണ്ടിരിക്കെ ദൈവം നിനക്കെതിരെ വരുന്ന ശത്രുവിനെ തോൽപ്പിക്കും. നീ ജയാളിയായി നിലനിൽക്കും. അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവൻ നിനക്കെതിരെ ഒരു വഴിയെ വരും. ശത്രു നിനക്കെതിരെ ഒരു പ്ലാനും കൊണ്ട് വരുമായിരിക്കും, പക്ഷെ അവൻ 7 വഴിയെ പലായനം ചെയ്യും, ചിതറിച്ച് കളയും. നിനക്കെതിരെ വരുന്ന ശത്രുവിനെ എൻ്റെ ദൈവം ചിതറിച്ച് കളയും. അവൻ എത്ര സൈന്യമായി വന്നു കഴിഞ്ഞാലും, എങ്ങനെ വന്നു കഴിഞ്ഞാലും, എത്ര വലിയ മാരക ആയുധങ്ങളുമായും പ്രഹരശേഷിയുള്ള യുദ്ധമുറകളുമായും അവൻ വന്നു കഴിഞ്ഞാലും, നീ ഓർത്തോ, നിന്റെ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്, ദൈവകൃപ നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തോൽക്കാൻ പറ്റത്തില്ല. നിന്റെ മുൻപിൽ വെച്ച് ആ ശത്രു ചിതറിക്കപ്പെടുന്നത്, ആ തിന്മ പരാജയപ്പെടുന്നത് നീ കാണും. നിന്റെ ദൈവം വിജയിപ്പിക്കുന്നവനാണ്. കൃപയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിനക്കെതിരെ വരുന്ന യുദ്ധം നീയല്ല ചെയ്യുന്നത്, നിനക്കെതിരെ വരുന്ന യുദ്ധ തന്ത്രങ്ങളെ നീയല്ല തകർക്കുന്നത്, നിന്റെ ദൈവമാണ്. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കാര്യം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.